സമാധാനം എല്ലാ മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ്. എങ്ങനെ സമാധാനം നേടിയെടുക്കാം? എന്നാൽ എങ്ങനെയാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എങ്ങനെയാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത്? നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഉള്ളതിൽ തൃപ്തിപ്പെടാതെ കിട്ടാത്തതിനു വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിലെ കിട്ടിയതിനെ ഓർത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ അതില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കിട്ടിയതിനെ ഓർത്ത് അസൂയപ്പെടുക, ഇന്നലെ കഴിഞ്ഞുപോയ കാര്യത്തെ ഓർത്ത് അമിതമായി ദുഃഖിക്കുകയും നാളെ വരാനുള്ളതിനെക്കുറിച്ച് അമിതമായി ആകുലതപ്പെടുകയും ചെയ്യുക. ബൈബിള് നമ്മളോട് ഇപ്രകാരമാണ് യേശു പറയുന്നത്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല അത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചാൽ ദൈവസ്നേഹം നിങ്ങളിൽ നിലനിൽക്കുകയില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ ലോകത്തിലുള്ള ഒരു വസ്തുവകകൾക്കും ഒരു മനുഷ്യനും പൂർണ്ണമായ സമാധാനം നൽകുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവസ്നേഹം കൊണ്ട് ഒരു മനുഷ്യൻ നിറയുകയാണെങ്കിൽ അവൻ സമാധാനം ഉള്ളവനായിരിക്കും. എല്ലാവർക്കും എപ്പോഴും സമാധാനമുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.